പ്രചരണം കുറച്ച് നന്നായിരുന്നു പ്രാവശ്യം. തെരഞ്ഞെടുപ്പ് പക്ഷേ ഇതിന് മുമ്പും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അപ്പം പ്രചരണം നല്ലതല്ലേ, അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാലോ. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും, ഞങ്ങൾ തേനും പാലും ഒഴുക്കും എന്നൊക്കെ പറയാലോ. പത്രിക തള്ളിച്ചതാ. ഞാൻ എക്സിക്യൂട്ടീവ് മത്സരിക്കുന്നുണ്ടല്ലോ, അത് അതിൻ്റെ ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമാണ്. അത് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും നമുക്ക്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും എൻ്റെ നാട്ടുകാരും ഒക്കെ തന്നെയാണ്, സഹോദരങ്ങളാണ്, സഹോദരികളാണ്. നിൽക്കുന്നവരെല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലവർ വരട്ടെ. നമ്മുടെ മെയിൻ ഉദ്ദേശം തന്നെ അമ്മ എന്ന ഈ ഓർഗനൈസേഷൻ, അതിനെ ചുറ്റിപ്പറ്റി കുറേയധികം പാവപ്പെട്ടവർ, കഴിവില്ലാത്തവർ ഇത് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് ഏറ്റവും യോഗ്യതയായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കട്ടെ, അവർ വരട്ടെ മുന്നോട്ട്. പിന്നെ ഈ തമ്മിൽ തലലും വഴക്കിലും ഇതിലൊന്നും ഞാൻ ഒന്നും കരുതുന്നില്ല. കാര്യം വെച്ചാൽ ഈ ചെളിവാരി പെരട്ടൽ അതൊരു വല്ലാത്തൊരു മോശപ്പെട്ട ഏർപ്പാടാണ്. വി ആർ നോട്ട് പൊളിറ്റീഷ്യൻസ്, വി ആർ ആർട്ടിസ്റ്റ്. കലാകാരന്മാരാണ്. കലാകാരന്മാരുടെ ഇടയ്ക്ക് ബന്ധവും ഒക്കെ വളരെ അടുത്ത ഒരു ബന്ധമാണ്. നമുക്കിവിടെ ജാതി മതമില്ല, വേറെ വേർതിരിവുകളില്ല, ഒന്നുമില്ല. എന്നാൽ ഈ തമ്മിൽ വഴക്കിട്ട് ഒരു സാഹചര്യം വരുമ്പോൾ മറ്റൊരാളെ മോശപ്പെടുത്തി അയാളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് വോട്ട് ജയിക്കുക, അതൊക്കെ ഒരു വല്ലാത്ത ബാഡ് ക്വാളിറ്റീസ്. നോ ഹ്യൂമൻ ബീയിങ് ക്യാൻ ഡു ദാറ്റ്. ഞാനും അത് കുറേ അനുഭവിച്ച ആളാണ്. ചെയ്യാത്ത ചില കാര്യങ്ങൾക്കൊക്കെ എന്നെ വെറുതെ കരുവാരി തേച്ച് ഞാൻ അങ്ങനെയൊക്കെ ഇത്രയും ഒരു ഡേർട്ടി പൊളിറ്റിക്സ് ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും പറയാൻ ഞാൻ ഇലക്ഷനിൽ നിൽക്കില്ല. എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ വന്നേക്കുന്നത് എന്താണ്, കുറച്ച് നന്മകൾ ചെയ്യാനാണ്, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാണ്ട് വേറെ ഒന്നിനുമില്ല. ഇതിനകത്ത് ഇപ്പോൾ 506 പേരടങ്ങുന്ന ഒരു സംഘടനയ്ക്കകത്ത് ഒരാളായിട്ട് ഇത്ര വലിയ കൊമ്പത്തൊന്നും കയറാൻ പോകുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് നന്മകൾ ചെയ്യുക. ഇപ്പം നമ്മുടെ പ്രായവും പക്വതയൊക്കെ വെച്ച് കുറച്ച് റിട്ടയർഡ് ലൈഫ് സ്റ്റൈലാണ്, എന്നാൽ നമുക്ക് കുറച്ച് സമയം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാം ഉള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ഇന്ന് മുന്നോട്ട് വന്നത്. അങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.